ഹലോ ഗേയ്സ്, ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ASR ടൂറിസ്റ്റ് ഹോം പാലോട് നിന്നാണ് യാത്ര തിരിച്ചത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? പത്തനംതിട്ടയിലോട്ടാണ് നമ്മുടെ യാത്ര. പത്തനംതിട്ടയിലെ കോന്നിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ടയിലെ അടവി കുട്ടവഞ്ചി യാത്രയാണ് നമ്മൾ ലക്ഷ്യമാക്കി പോയത്. പക്ഷേ അതിന് തൊട്ടു മുന്നായി കോന്നിയിൽ വെച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തു കൂടി നമ്മൾ ഇറങ്ങി. 2 ഫാമിലീസ് ചേർന്നിട്ടുള്ള യാത്രയായിരുന്നു. നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിച്ചതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ യാത്ര നന്നായി നടന്നു. എല്ലാവരും ചേർന്ന് യാത്ര ഒരു മനോഹരമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകൾ യാത്ര ചെയ്തത് സമയം പോയത് അറിഞ്ഞതേയില്ല. പെട്ടെന്ന് തീരുമാനിച്ചുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴി തന്നെ ഒരു കടയിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന യാത്രകളെക്കാൾ പെട്ടെന്ന് തീരുമാനിക്കുന്ന യാത്രകൾ അതിമനോഹരമായി നമുക്ക് പോകാനും നന്നായി ആസ്വദിക്കാനും കഴിയാറുണ്ട്. ഫാമിലിയുമായിട്ടുള്ള യാത്രയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അതെന്തായാലും ഒരു അടിച്ചുപൊളി യാത്രയായിരിക്കും. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് കൂടെയുള്ളതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ആ യാത്ര എന്തായാലും നല്ല വൈബായിരിക്കും. പത്തനംതിട്ടയിലെ കോന്നി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അവിടെ തന്നെ വലിയൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് പിന്നെ യാത്ര ചെയ്യേണ്ടത്. ആരണ്യകം എക്കോ കഫേക്ക് അടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്ത ശേഷം കുറച്ച് നടക്കാനുണ്ട് നമുക്ക്. ആ ഹോട്ടലിന് സമീപത്തുള്ള ഇടവഴിയിലൂടെ നടന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൂറിസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. തുടക്കത്തിൽ നമ്മൾ കണ്ടപ്പോൾ തോന്നി, അയ്യോ എന്തോ ഒരു ചെറിയ അരുവിയാണല്ലോ ഇത്. അതിനപ്പുറത്തേക്കായിരുന്നു കാഴ്ച. ധാരാളം വള്ളികളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളൊരു ആറിൻ്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നമുക്ക് ഊഞ്ഞാലാടുന്നതിനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഊഞ്ഞാലാടാനായിട്ട് എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു. അതിൽ കയറിയിരിക്കാനും ഊഞ്ഞാലാടുന്നതിനായിട്ടായാലും ഫോട്ടോ എടുക്കാനായിട്ടും എല്ലാവരും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ആറിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. നമുക്ക് നല്ലതുപോലെ ആ വെള്ളം തെളിഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. ആറിനടിയിലെ വെള്ളാരം കല്ലുകളും മറ്റും നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുമായിരുന്നു. അതുമാത്രമല്ല, നല്ല നിരന്ത ആറായതുകൊണ്ട് തന്നെ നമുക്ക് ആറിൻ്റെ അപ്പുറം വരെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പേടിയൊന്നും വേണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരോട്ടുള്ള വ്യൂ വളരെ ഭംഗിയുള്ളതായിരുന്നു. കുട്ടികളെല്ലാം വെള്ളാരം കല്ലുകളെല്ലാം പറക്കിയെടുത്ത് കളിക്കാനും നോക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ ആവശ്യം പോലെ ആളുകളുണ്ടായിരുന്നു. കുറേ പേർ ആറിൻ്റെ അപ്പുറം ഭാഗത്ത് പോയി നിന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയായിരുന്നു. അവർ മാറിയിട്ട് നമുക്ക് പോകാം എന്ന് കരുതിയിരുന്നിട്ട് നമുക്കൊരു ക്ഷമയില്ലാതെ നമ്മളും ആറിലേക്ക് നടന്നിറങ്ങി. എല്ലാവരും വെള്ളത്തിലേക്ക് കളിക്കാൻ വലിയ ഉത്സാഹമുള്ളവരായിരുന്നു. തുടക്കത്തിൽ മടിച്ചു നിന്ന കുട്ടികളൊക്കെ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാനുള്ള മടിയായി. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്കും പിന്നെ വെള്ളത്തിൽ നിന്ന് കയറണ്ട എന്നായിരുന്നു അവസ്ഥ. ഇനി കുട്ടവഞ്ചിയിൽ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ കിടന്ന് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്താൽ മതി എന്നായിരുന്നു അവസ്ഥ. അതുമാത്രമല്ല, ഫോട്ടോസ് എടുക്കാനും നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കാനും മറന്നില്ല. കുട്ടികളെ വെള്ളത്തിൽ നിന്നും ഒരുവിധം പറഞ്ഞു കയറ്റിയപ്പോഴേക്കും പിന്നെ അവർ വള്ളികളിൽ തൂങ്ങിക്കളിക്കുകയൊക്കെ തുടങ്ങിയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. നന്നായി എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങളും പത്തനംതിട്ട പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് മിസ് ചെയ്യാതെ പോവുക. ഈ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തായാലും വന്നവരെല്ലാം ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസിന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. ഇനി ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേസ് കൂടി ഉൾപ്പെടുത്തി നോക്കൂ. എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.